ശബരിമല യുവതീ പ്രവേശന കേസിലെ റിവ്യൂ ഹർജികൾ വിധി പറയാൻ സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം ശബരിമല കർമ്മസമിതി എന്ന പേരിൽ അതിൻ്റെ ജനറൽ കൺവീനറായ എസ് ജെ ആർ കുമാർജി അടക്കമുള്ള ആളുകളാണ് ഈ സമരം നയിച്ചതും ഇതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തിയതും. ഇത്തവണ റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ കുമാർജി ഏതാണ്ട് എല്ലാ ദിവസവും ഡൽഹിയിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഒരു തവണ ഞാൻ വിളിക്കുമ്പോൾ ഡൽഹിയിലാണെന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. വിധി എന്നത്തേക്ക് വരുമെന്ന് അറിയില്ല, കുറേ സമയം എടുക്കുമായിരിക്കും. എന്നാലും അന്നത്തെ ആദ്യത്തെ വിധിക്ക് ശേഷം റിവ്യൂ ഹർജി എടുത്ത് വാദം കേട്ടതിന് ശേഷം ഒരുപാട് പ്രതീക്ഷയുണ്ട് ആളുകൾക്ക്. അന്നത്തെ വിധി തെറ്റായിപ്പോയി, ഒരു ജഡ്ജി പറഞ്ഞത് പത്രങ്ങളിലൊക്കെ വാർത്തയായി. അതായത് ഞാനായിരുന്നുവെങ്കിൽ, ജസ്റ്റിസ് ബി വി നാഗരത്ന അല്ലേ, ഞാനായിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ ഇതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടേനെ എന്ന് മറ്റോ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും കോടതിയിൽ ഈ റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ പൊതുവിലുണ്ടായ പ്രവണത എന്തായിരുന്നു? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ധാരാളം തെറ്റിദ്ധാരണകൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചോളം അതുണ്ടാകാനിടയായ ഒരു പ്രധാന സാഹചര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് പൊതുവേ ഹിന്ദുക്കളോ ഭക്തജനങ്ങളോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിധിയായിരുന്നു. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയമാകുമ്പോൾ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിന് അനുകൂലമായിരിക്കും. ഒരിക്കലും അതിൻ്റെ പരമ്പരാഗതമായിട്ട് നിലനിന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു വിധി ഒരു ഭാഗത്ത്, വിധിയെന്നല്ല ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം, ഒരു വിശ്വാസം അതുവരെ നിലനിന്നിരുന്നു. അതുകൊണ്ട് അത് എനിക്ക് പോലും ഉണ്ടായിരുന്നു, സത്യം തുറന്നു പറയുകയാണ്. പക്ഷെ ഞാൻ ആ തുടക്കം മുതൽ ആ കേസിൻ്റെ ഫോളോ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപകടം ആദ്യം മണത്തോണ്ട് നമ്മൾ ശ്രദ്ധിച്ചു എന്നാണല്ലോ. പക്ഷെ ഇത്തരം ഒരു വിധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അത്രയും ശ്രദ്ധ അതിന് കൊടുത്തില്ല. വിധി വന്നപ്പോഴാണ് അറിയുന്നത് വലിയ തിരിച്ചടിയായല്ലോ. അപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമുക്കറിയില്ല, ആ സമയത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പല കാരണങ്ങളും പറഞ്ഞിട്ട് ഇത് നല്ലതാണെന്നും യുവതികൾ ഇതാണ് ആവശ്യപ്പെടുന്നതെന്നും മറ്റേ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ഒരു രാഷ്ട്രീയ മുതലെപ്പിന് വേണ്ടി പലരും അതിനോടൊപ്പം ചേരുകയും അത്തരം ഒരു മൂവ്മെൻ്റ് അവിടെ നടന്നു. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഒരു ഒന്ന് തെറ്റിദ്ധാരണ, രണ്ടാമത് ഒരു കൃത്യതയില്ലാതെ എന്താണ് യഥാർത്ഥ ഇഷ്യൂ എന്നുള്ളത് അറിയാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ മലയാളം മീഡിയയിൽ നല്ലൊരു ശതമാനം ഈ കാര്യങ്ങൾക്ക് നമുക്കെതിരാണ്, ഹിന്ദു വിരുദ്ധരാണ് ധാരാളം മീഡിയകൾ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ നമ്മുടെ നോർമലായിട്ടുള്ള ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഓൺലൈൻ മീഡിയയെ കൂടുതൽ അഭയം പ്രാപിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ സത്യം അറിയണമെങ്കിൽ അത്തരം നീക്കങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് മാറി നിൽക്കണം തോന്നൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു 2018 ഈ ശബരിമല വിഷയം തന്നെ ഒരു കാരണമായിട്ടുണ്ടാകാം. കാരണം ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. ഈ 2018 നമ്മൾ ഈ ഒരു സമര പ്രക്ഷോഭ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പം എല്ലാ മീഡിയയും നെഗറ്റീവായിട്ട് നമുക്കെതിരാണ് പറഞ്ഞത്, നാഷണൽ കേരളത്തിലെല്ലാം. പക്ഷേ നമ്മൾ കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഡൽഹി വരെ എല്ലാ നാഷണൽ മീഡിയയുടെയും പ്രധാനപ്പെട്ട ചീഫ് എഡിറ്റർ, മാനേജിംഗ് ഡയറക്ടർമാരെ വരെ കണ്ടു, വിവരം ധരിപ്പിച്ചതിന് ശേഷം ഒരു മാറ്റം ഉണ്ടായി. ഏതായാലും എനിക്ക് തോന്നുന്നൊരു 2 വീക്സ് 3 വീക്സിന് ശേഷം ആ ഒരു മാറ്റം പല പ്രധാന മീഡിയകളും എടുത്തപ്പോൾ ബാക്കി ആൾക്കാർക്ക് മാറി നിൽക്കാൻ പറ്റാതെ വന്നിട്ടാണ് കൂടെ കൂട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഈ കാര്യങ്ങൾ കേരളത്തിലെ മീഡിയ മാറിയില്ല. അല്ല, കേരളത്തിലെ മീഡിയ അവസാനം മാറി. എന്ന് വെച്ചാൽ മാറിയെന്ന് വെച്ചാൽ നമ്മളെ അനുകൂലിച്ചെന്നല്ല പറഞ്ഞത്, ഇതൊരു വിഷയമാണെന്ന് കാണാൻ പ്രശ്നമാണ് ചെയ്തു. അതെ അതെ, തുടക്കത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ അത് നിങ്ങളേറ്റോ ഇതൊരു പ്രശ്നമല്ല, ഇത് കുറെ പേരോടൊക്കെ ബഹളം ഉണ്ടാക്കും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അല്ലാതെ നമ്മുടെ നിലപാടിലേക്ക് ഒന്നുമല്ല. അപ്പൊ അത്തരം, കാരണം ഇത് നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ വാർത്താ പ്രാധാന്യം ഇല്ലാത്തൊരു സാധനം എന്നുള്ള രീതിയിലേക്ക് മാറി. പക്ഷെ പ്രധാനപ്പെട്ട പല മീഡിയകളും പക്ഷേ നാഷണൽ ലെവലിലൊക്കെ ചർച്ച വരികയും കേരളത്തിലെ ചില മീഡിയകളൊക്കെ അത് ടേക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. പ്രത്യേകിച്ച് ജനത്തിന്റെ ആ സമയത്ത് വന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത് നമ്മുടെ പുറയിലായി പോകും, അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതുപോലാണ് ജനങ്ങളുടെ ഇടയിൽ സംഭവിച്ചെന്ന് പറയാണ്. എന്തായാലും ഇപ്രാവശ്യം കൂടുതൽ അതുകൊണ്ട് കേസ് മുന്നോട്ട് പോകുമ്പം അനുകൂലമായിട്ട് വിധി വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. അങ്ങനെ ഒരു ആകാംക്ഷ നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി ഒരു 9 അംഗ ബെഞ്ചിനെ തീരുമാനിക്കുകയും 9 അംഗ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ പറയാനുള്ള എന്തൊക്കെയാണോ അത് സബ്മിഷൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കക്ഷികളെയൊക്കെ അറിയിച്ചു. അതനുസരിച്ച് എല്ലാ കക്ഷികൾക്കും അവസരം തന്നു. അത് നമ്മൾ ഫയൽ ചെയ്തു. എല്ലാവരും നന്നായിട്ട് നല്ലോണം വെൽ പ്രിപ്പയർഡ്. കാരണം നേരത്തെ അനുഭവം ഉള്ളതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടി ചെയ്തു. പിന്നെ സുപ്രീം കോടതി അവിടെ ചെയ്യുന്നത് വെച്ചാൽ വളരെ കൃത്യമായിട്ടാണ്, സാധാരണ നടക്കുന്ന പോലെ അല്ല. അതിനകത്ത് ഈ അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ളവർക്കും 2 സെപ്പറേറ്റ് സമയം കൊടുത്തു. പിന്നെ ഇതിനെ മൊത്തം കോർഡിനേറ്റ് ചെയ്യാനുള്ള ചില വക്കീലന്മാരെ അത് നേരിട്ട് കോടതി അക്സെപ്റ്റ് ചെയ്യാതെ ഈ സബ്മിഷൻസ് മുഴുവൻ
ഒരു നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ സ്വീകരിക്കുകയും അത് കമ്പൈൽ ചെയ്തിട്ടാണ് കൊടുത്തത്. അതൊരു പ്രത്യേകതയാണ് ഇതിന്. അപ്പോൾ കമ്പൈൽ ചെയ്തിട്ട് അതായത് സമാനമായിട്ടുള്ള എല്ലാം കൂടെ ഒന്നിച്ചു വെക്കും, വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെ. അതായത് ജഡ്ജിമാർക്ക് 9 പേർക്ക് അതിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം, ഗ്രഹിക്കാൻ പാകത്തിലൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു അമിക്കസ് ക്യൂറിയെ നിയമിച്ചു ഈ ഇവരെ കോടതി സഹായിക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കേസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കോടതി തന്നെ ചില മുൻകൂട്ടി ചില തീരുമാനം എടുത്തു. കേസ് മുന്നോട്ട് വന്നപ്പം ഈ ആദ്യത്തെ ദിവസം തന്നെ, ആദ്യത്തെ രണ്ടാമത്തെ എനിക്ക് ഓർമ്മയില്ല, പല വിഷയങ്ങളും നമ്മൾ പ്രത്യേകിച്ച് തുഷാർ മേത്താണ് നമ്മുടെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അദ്ദേഹമാണ് തുടക്കമിട്ടത്. അപ്പോൾ അവിടെ ഒരു കാര്യം എനിക്ക് പറയണം, നമ്മൾ കൊടുത്ത ഈ റിട്ട് പെറ്റീഷനിലാണ്, നമ്മൾ റിട്ടും റിവ്യൂ കൊടുത്തിരുന്നു. റിട്ട് പെറ്റീഷനിലാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കിയത്. അതുവരെ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് കക്ഷിയല്ല, തുടക്കം മുതൽ അവർ കക്ഷിയല്ല, കേരള സർക്കാരും ഒക്കെ ഉള്ളൂ. പക്ഷേ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സേ ഉണ്ട്. കാരണം വെച്ചാൽ ശബരിമല എന്ന് പറഞ്ഞ ക്ഷേത്രം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലോ. ഭക്തജനങ്ങൾ കൂടുതലും കേരളത്തിനും പുറത്തുനിന്ന് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സേ വേണം. പ്രത്യേകിച്ച് ദേവസ്വം ആക്ടിൻ്റെ പ്രകാരം അത് കൺകറന്റ് ലിസ്റ്റ് വരുന്നതാണ് ദേവസ്വം നിയമങ്ങൾ എന്ന് പറയും. അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരും ഒരേപോലെ ഉത്തരവാദിത്തമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് ഉൾപ്പെടുത്തുന്ന നമ്മുടെ കൊടുത്ത റിട്ട് പെറ്റീഷനാണ് അവരെ കക്ഷിയാക്കുന്നത്. അങ്ങനെയാണ് അവർ വരാൻ സാഹചര്യം. അതെ, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണ് തുഷാർ മേത്തയാണ് 2 ദിവസം. നമുക്ക് ആദ്യം പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കക്ഷികൾക്ക് ഡിവൈഡ് ചെയ്ത ദിവസം കൊടുത്തപ്പോൾ 3 ദിവസമാണ് ഈ നമ്മളെപ്പോലുള്ള അത് റിവ്യൂ പെറ്റീഷൻ നടത്താനും ഈ കേസ് പുനർചിന്തിക്കണം, പുനരാലോചിക്കണം എന്നുള്ള രീതിയിലേക്ക് യുവതി പ്രശ്നം എതിരായിട്ടുള്ളവർക്ക് 3 ദിവസവും, ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള 3 ദിവസം ഈ യുവതി പ്രശ്നം അനുകൂലമായിട്ടുള്ള ഇന്ത്യൻ ലോസ് അസോസിയേഷൻ പോലുള്ളവരെയൊക്കെ അങ്ങനെ കൊടുക്കണം. അപ്പം ഈ 3 ദിവസം എന്നുള്ളത്, ഞാൻ സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ പോകുന്നത് ഒരു 4-5 ദിവസം താമസിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, ഇത് തീരുമെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പം 2 ദിവസം തന്നെ തുഷാർ മേത്ത തന്നെ എടുത്തു. കാരണം സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. കുറച്ച് നേരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കോടതി ഇടപെടും, മതി ഇനി അടുത്ത ആൾ പറയട്ടെ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കണ്ടത് ഈ പറഞ്ഞത് എത്ര വാലിഡ് പോയിന്റ്സ് ആയിരുന്നു. തുഷാർ മേത്ത പ്രസൻറ്റ് ചെയ്തത് എത്ര വാല്യൂ, എല്ലാവരും, തുഷാർ മേത്ത മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സമയം കൊടുത്തു. അപ്പോൾ അങ്ങനെ അവരുടെ പ്രതികരണം നമ്മൾ അവിടെയാണ് അറിയുന്നത്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, കേന്ദ്ര സർക്കാർ കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി വിശ്വാസികളുടെ കൂടെ 100%. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഏറ്റവും അവിടെ കൂടുതൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ നമുക്ക് ഇതിന് മുമ്പ് അവരെന്താ ചെയ്തെന്ന് നമുക്കറിയില്ലെങ്കിലും അവിടെ മുതൽ നമ്മൾ കാണുന്ന ഒരു വ്യത്യസ്തമായ സമീപനമാണ്. അതായത് ഈ കേസിൻ്റെ ഉത്ഭവം തന്നെ തെറ്റിപ്പോയി. അത് അങ്ങനെയാണ് അങ്ങ് പറഞ്ഞ ആ ഒരു കാര്യം വരുന്നത്. അതായത് ജസ്റ്റിസ് നാഗരത്നയുടെ ഒരു കമൻറ്റ് അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാനാണ് എൻ്റെ മുന്നിലാണെന്ന് കേസ് വന്നിരുന്നെങ്കിൽ ഒരു പേജ് അല്ലെങ്കിൽ മാക്സിമം 2 പേജ് എഴുതി തള്ളിയനെന്ന് അവിടെ പറയാണ്. കാരണം അത്ര ഒരു നിരുത്തരപരമായ കാര്യമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, അതും കൂടെ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അതായത് ഈ കേസിൽ 2006 കൊടുത്ത ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ തെറ്റായി, അതായത് ജഡ്ജിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. അത് ജഡ്ജിമാർ പാവം തിരിച്ചറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ജഡ്ജിമാരെ വിഡ്ഢികളാക്കുന്ന ഒരു പെറ്റീഷനാണിത്. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം പറയാം. അതായത് കേരളത്തിലെ ശബരിമല എന്നൊരു ക്ഷേത്രത്തിൽ ഒരു യുവതി ശ്രീകോവിലിൽ പ്രവേശിച്ച് ബിംബത്തെ സ്പർശിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരുടെ ആ നടപടിക്കെതിരെ ഒരു പരിഹാരക്രിയ നടത്തി. അത് യുവതികളെ ആക്ഷേപിക്കാനാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ മറച്ചു വെക്കപ്പെട്ട വിവരം എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീകോവിലിൽ സ്ത്രീക്കല്ല പുരുഷന് കയറാൻ പറ്റുമോ? ആർക്ക് കയറാൻ പറ്റില്ല, പൂജാരിക്കല്ലാതെ. അതെ, ആ ബിംബത്തെ സ്പർശിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ഇനി മറ്റൊരു പൂജാരിയെ പോലെ ആ ക്ഷേത്ര പൂജാരിക്കല്ലാതെ വേറെ ആർക്കും അധികാരമുണ്ടോ? ഇത് മൊത്തം മറച്ചു വെക്കപ്പെട്ടു. ഇതൊന്നും ജഡ്ജിമാർ കണ്ടില്ല എന്നുള്ളതാണ് സത്യമായി. അല്ല, അവർക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് ശ്രീകോവിലിൽ വിഗ്രഹത്തിൽ തൊടാം. നമ്മളെ ശ്രീകോവിലകത്ത് കയറ്റിയിരുത്തും, അവിടെ ഇരുത്തി പൂജ നടത്തും, ധാരയൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കും, അതൊക്കെ ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് അവർക്കത് ഇത് വളരെ ഇതെന്താ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എറണാകുളത്ത് തന്നെ അത്തരം ഒരു ക്ഷേത്രമുണ്ട്, നോർത്ത് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഉദയനഗറിൽ, ഇവിടെ തമ്മനം കത്തക്കട റോഡിൻ്റെ ഇടയ്ക്ക് ഉദയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, നോർത്ത് ഇന്ത്യൻ ക്ഷേത്രമാണ്. ഈ നോർത്ത് ഇന്ത്യൻ അസോസിയേഷൻ നടത്തുന്ന ക്ഷേത്രമാണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലെ അതേ സിസ്റ്റമാണ്, ശിവലിംഗമാണ്. ഓ, അത് ശരി. അവിടെ അടുത്തായിട്ട് എനിക്കറിയില്ല. ഇവിടെ അടുത്ത് തന്നെയാണ്. അതായത് ഈ കല്ലൂർ കത്തക്കട റോഡില് ഉദയനഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മനത്തിന് പോകുന്ന വഴി, അതെ, അതിൽ പോയി ഫസ്റ്റ് ലെഫ്റ്റ്, അതിൽ നേരെ പോകുമ്പോൾ റൈറ്റ്, ഒരു പള്ളി ഉണ്ടല്ലോ അടുത്ത വശത്ത്, അതിന്റെ ഓപ്പോസിറ്റ് കുരിശടി, അതിന്റെ റൈറ്റിൽ കൂടെ കിടന്ന വഴി പോയി കഴിഞ്ഞാൽ അവിടെ ഇതുണ്ട്, നോർത്ത് ഇന്ത്യൻ അസോസിയേഷന്റെ വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് ക്ഷേത്രമുണ്ട്. അവിടെ ഈ രീതിയിലാണ് നടക്കുന്നത്. നമ്മൾ ഇരുന്നാലും അത് തന്നെയാണ്. അല്ല, ഇനി ഞാൻ പറഞ്ഞു വന്നത്,
അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയണം ഉം. ഈ അന്നത്തെ കോടതി. അപ്പോൾ ഇന്നാണ് കോടതി ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ദേ ഹാവ് ബീൻ മേക്കിംഗ് ദീസ് പീപ്പിൾ ഫൂൾസ്. ഈ ഇത് പെറ്റീഷൻ കൊടുത്തപ്പോഴേ ജഡ്ജിമാരെ വിഡ്ഢികളാക്കുമായിരുന്നു. അത് തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം റിയാക്ഷൻ വരുന്നതെന്നാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. അത് മാത്രമല്ല ഈ പെറ്റീഷണേഴ്സിനെ കുറിച്ചും വലിയ പരാമർശങ്ങൾ നടത്തി. അത് കോടതിയുടെ ഈ വാദങ്ങളെല്ലാം കഴിഞ്ഞ് ഈ നൗഷാദ് എന്നുള്ള ആളെ എൻ്റെ പിന്നിൽ ഞാൻ അന്നു മുതൽ ഇന്ന് വരെ ധാരാളം വേദികളിൽ ഇത് പറയാൻ ശ്രമിച്ചിട്ടും അത് വേണ്ട തരത്തിൽ ആൾക്കാർ ടേക്കപ്പ് ചെയ്തില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ നൗഷാദ് എന്നുള്ള ഒരാൾ സംഘടന രൂപീകരിച്ച് അദ്ദേഹം ഒരു പ്രസിഡന്റ് ആയിരിക്കുമ്പം അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള വനിതകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു എന്നുള്ളതാണ് ഒരു ചരിത്രം. അത് അപ്പോൾ പക്ഷെ നൗഷാദ് മറയ്ക്ക് പിന്നിലായിരുന്നല്ലോ, പുകമറയിൽ സൃഷ്ടിച്ച് പുറകെ നിൽക്കുകയായിരുന്നെങ്കിൽ സുപ്രീം കോടതി ഇപ്രാവശ്യം എക്സ്പോസ് ചെയ്തു. നൗഷാദിനെ വലിച്ച് പുറത്തോട്ടെടുത്തു. 100% എക്സ്പോസ് ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യത്തെ ചീഫ് പ്രീസ്റ്റ് ആണോ എന്ന് ചോദിച്ചു അല്ലേ? അതെ. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ മുൻപ് അതായത് 2018 ഈ കേസ് കേട്ട 5 ബെഞ്ച് ആദ്യം കേട്ടത്, രണ്ടാമത് കേട്ടപ്പോഴാണ് ഈ 9 ബെഞ്ചിന് വിടുകയൊക്കെ ചെയ്തത്. തുടക്കത്തിൽ അരുൺ മിശ്രയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നേതൃത്വം നടന്ന 5 ബെഞ്ചിൻ്റെ ഈ വിധിക്കിരയായ സാഹചര്യത്തിൽ അന്നെടുത്ത തീരുമാനങ്ങൾ മൊത്തം തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുക മാത്രമല്ല അതിൽ ഒളിച്ചിരുന്നവരെ എക്സ്പോസ് ചെയ്യുകയും കൂടെ ചെയ്തു ഇപ്രാവശ്യം നമ്മുടെ ഇത്. പിന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടെന്നുള്ളത് നമ്മൾ അന്നേ പ്രൂവ് ചെയ്താണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സംസാരിച്ചത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ കോൺസ്പിറസി തിയറി ഉണ്ടല്ലേ, നമ്മുടെ പഴയ കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലായി എന്താണെന്നുള്ളത്. ആ തിയറി ശരിക്കും പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ക്ലിയർ ആയി. കാരണം അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ കേസിന് ആസ്പദമായ വിഷയം തന്നെ ആക്ച്വലി ഒരു ശരിയായ വിഷയമല്ല, തെറ്റിദ്ധാര ജനിപ്പിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി ആ കേസിന് ഉത്ഭവിച്ച അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എക്സ്പോസ് ചെയ്യും ഒക്കെ ചെയ്തതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ പഴയ കോടതിയുടെ നിലപാടല്ല ഇപ്പോഴെന്നുള്ളത്. അത് കോടതിയുടെ നിലപാട് മാറ്റം വെറുതെ ഉണ്ടായതോ അല്ലെ രാഷ്ട്രീയ പ്രേരിതമോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല. അത് പൂർണ്ണമായിട്ടും കേസ് കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പൊരു തെറ്റാണ് സംഭവിച്ച കോടതിക്കെന്ന് കൃത്യമായിട്ട് കോടതി മനസ്സിലാക്കി കോടതി തെറ്റിദ്ധരിപ്പിച്ച ഒരു പെറ്റീഷനായിരുന്നു ഇതെന്നും. ഇനി മേലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുള്ള ഇടപാട് തന്നെ ചിലപ്പോൾ നിർത്തുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതെ അതെ, പില്ല് വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ഞാൻ തന്നെ ഒരുപാട് കേസിൽ ഇവിടെ കേരളത്തിൽ പെട്ടിരിക്കുന്നത് ചിലർ കൊടുത്ത പില്ലിലാണ്. ഒരു വാസ്തവമില്ല. പില്ല് കൊടുത്താൽ ഉടനെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് അന്വേഷിക്കണ്ടേ? ഈ ശ്രീകോവിലിലെ കാര്യം യുവതി അധിക്ഷേപിക്കാനുണ്ട്, ഒരു പുരുഷനായിരുന്നെങ്കിലോ ഇത് തന്നെയല്ലേ നടക്കും, പരിഹാരക്രമം നടത്തില്ല. അതെ, ഉറപ്പായിട്ടും ചെയ്യും, ആര് കയറിയാലും ചെയ്യും. അത് ചെയ്യും, പക്ഷെ അത് മറച്ചു വെക്കപ്പെട്ടു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ചില പില്ലുകളുണ്ട്, നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വളരെ കൃത്യമായിട്ടും പില്ലിനെ ധാരാളം എക്സ്പോസ് ചെയ്യും. നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ പില്ല് വെറുതെ ഒരു പില്ല് ഒരാൾ കൊടുത്താൽ അത് സമൂഹത്തിൽ എന്തും നടക്കും, അല്ലെങ്കിൽ എന്താ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു ആയുധമായിട്ട് പില്ലിനെ ഉപയോഗിക്കുകയാണ്. കാരണം എന്താ, ഈ സുപ്രീം കോടതി തന്നെ ഇത്തരം നിയമം അല്ലെങ്കിൽ ഒരു ഉത്തരവ് കിട്ടുമ്പോൾ എല്ലാവരും ധാരണ ഒക്കെ വലിയൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മളല്ല, കേരളത്തിലെ ഈ ശബരിമല വിഷയം അറിയാവുന്നവർക്കൊക്കെ, പക്ഷെ വടക്കേ ഇന്ത്യയിൽ വിചാരിക്കുന്നത് എന്താ, ഇങ്ങനൊരു ക്ഷേത്രമുണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്ത. അതെ അതെ. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു ലോകത്തിലെ പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനും അതിനെ ഈ ക്രിയേറ്റ് ചെയ്യാനും പറ്റിയൊരു സാഹചര്യം ബില്ല് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കേസിന് അനുകൂലമായിട്ട് വിധി വരുന്നു എന്നുള്ള മാത്രമല്ല, എനിക്ക് തോന്നുന്നു ബില്ല് പോലുള്ള തെറ്റായ നടപടികൾ കോടതി. പക്ഷേ ഇതിനകത്ത് ഈ കേസിൽ ശബരിമല മാത്രമല്ലല്ലോ, വേറെ ചില വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് 6-7 വിഷയങ്ങളുണ്ടല്ലേ? അതെ, അത് 7 വിഷയങ്ങളാണ് ശരിക്കും. അത് എങ്ങനെ ഉത്ഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ പെറ്റീഷനിൽ തന്നെയാണ് പറയുന്നത്. നമ്മളെ ഈ 5 ബെഞ്ചിൻ്റെ രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത റിവ്യൂ പെറ്റീഷൻ കേൾക്കാനായിട്ടുള്ള ആ 5 ബെഞ്ചിൽ ഈ കാര്യങ്ങളൊക്കെ നിരത്തിയപ്പം നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ ആരാധനാ വിഷയങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമുണ്ടോ? മുമ്പ് പല കോടതി വിധികളും ഉണ്ട് അത്തരം വിഷയങ്ങൾ ഇടപെടാൻ പാടില്ലെന്ന്. രണ്ടാമത്, ഈ കോടതിയിലുള്ള ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ അവർ നിയമത്തിൽ പണ്ഡിതരായിരിക്കാം, പക്ഷേ നമ്മുടെ ആചാരപരമായ കാര്യങ്ങൾക്ക് അവർക്ക് പാണ്ഡിത്യം ഇല്ല. അതുകൊണ്ട് അത്തരം ഒരാളുകൾ എങ്ങനെ തീരുമാനമെടുക്കും? മൂന്നാമത്, ഈ പറഞ്ഞ വൈവിധ്യമാർന്ന ഒരു മതമാണ്, വിശ്വാസ പ്രക്രിയയാണ് ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു മതം. അവിടെ ഈ ഒരു ക്ഷേത്രത്തിലുള്ള ആചാരമല്ല തൊട്ടപ്പുറത്തെ ക്ഷേത്രം, രണ്ടും ഹിന്ദു ക്ഷേത്രമാണ്. നമ്മൾ വിശ്വാസത്തിൽ രണ്ടിടത്തും പോകും, പക്ഷേ അതിൻ്റെ അടിസ്ഥാന ക്രമങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അത്തരത്തിൽ അത്ര വൈവിധ്യമാർന്ന ഈ വിഷയത്തിൽ എങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കാൻ പറ്റും? അവർക്ക് അതിനെ അറിയാൻ പറ്റുമോ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. കൂടാതെ ഈ ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ കുറിച്ച് 5 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 5 ആണല്ലോ ശരിക്കും. 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്ന് ആകെ 7 പേരേ ഉള്ളൂ സുപ്രീം കോടതി ജഡ്ജിമാർ. അതിൽ ബഹുഭൂരിപക്ഷം 5 പേരെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചായിട്ട് നിയമിച്ചത്. അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നും 5 അപ്പോൾ അത് മതിയോ എന്നുള്ള ചോദ്യത്തിന് അതുകൊണ്ടാണ് 9 പോയത്, ഒരു ഹയർ ബെഞ്ചിലേക്ക് പോയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫ്രെയിം ചെയ്തത് ഈ 5 ബെഞ്ചാണ്.
ഈ 7 കാര്യങ്ങൾ അത് വിശാലമായ കാര്യമാണ്. ഇതിലൊക്കെ പ്രധാനമായ മറ്റൊരു കാര്യം, ഈ യുവതി പ്രവേശനത്തിൻ്റെ വിഷയം പോലെ ഇത് ഹിന്ദു വിഷയം ഹിന്ദു ആരാധനാ വിഷയം മാത്രമാണോ, മറ്റുള്ള മതങ്ങളിലും ആചാരക്രമങ്ങളിലും ഒക്കെ ഇത്തരം കാര്യങ്ങളില്ല. സ്ത്രീകളുടെ മസ്ജിദിലെ പ്രവേശനം എല്ലാം ഉണ്ട്. അതെ, ദർഗ, മസ്ജിദ്, പാഴ്സി ടെമ്പിള് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ ശബരിമലയിലെ ഈ കേസ് നടക്കുന്നത്, ശബരിമല ബെഞ്ചിൽ വിധി പറഞ്ഞ ബെഞ്ചിലൊരു പാഴ്സി പുരോഹിതൻ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹം പോലും ഇത് മനസ്സിലാക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മതപരമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, മാത്രം അദ്ദേഹം വെറും പാഴ്സിയല്ല, പാർട്ടി പുരോഹിത വിഭാഗപ്പെട്ട ആളും കൂടെ, മനസ്സിലായില്ലേ? പക്ഷെ അദ്ദേഹത്തിനെതിരാണ് അന്നത്തെ വിധി വന്നത്. അത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അന്നും ഞാൻ കോടതിയിലുണ്ട് ആ കേസ് വിധിക്കുമ്പോഴും. അദ്ദേഹത്തിന് വളരെ അസ്വസ്ഥത ഉണ്ടാക്കി. പക്ഷെ അന്നും അദ്ദേഹം നമുക്കെതിരായിട്ടാണ് പറഞ്ഞത്. അതെ. പക്ഷേ അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ ഹിന്ദുവിലെയോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വിഷയം മാത്രമല്ല, എത്രയോ ദൂരവ്യാപകമായ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് ഇത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിണറായി വിജയനും MV ഗോവിന്ദനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറഞ്ഞു, ഞങ്ങൾ ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിലപാട് മാറ്റി എന്തെങ്കിലും കോടതി പറഞ്ഞോ? അവർ പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. അത് ഞാൻ ഡൽഹി വെച്ച് തന്നെ പറഞ്ഞു ഒരു ചാനലിലൂടെ സംസാരിച്ചപ്പോഴും. അതായത് അതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. CPM എന്തുമാത്രം ചതി ചെയ്യുന്നു, ഈ പറയുന്നതല്ല പ്രവർത്തിക്കുന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ്. ചോദ്യം വളരെ നന്നായി, കാരണം എനിക്കത് പറയേണ്ട ഒരു വിഷയം കൂടാണ്. കാരണം അവർ ഈ 2019 ഇലക്ഷൻ്റെ തിരിച്ചടി ഉണ്ടായല്ലോ, പാർലമെന്റ് ഇലക്ഷൻ്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ അവർ അപ്പോഴേ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ലഘുലേഖ അടിച്ചിറക്കി എല്ലാ വീടുകളിലും പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അവരത് ചെയ്തില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു നടപടി എടുത്തില്ല. ഈ സുപ്രീം കോടതിയിൽ അന്ന് സത്യവാങ്മൂലം കൊടുത്ത് മാറ്റണം. നമുക്ക് ഉറപ്പെന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലമാണ്. സുപ്രീം കോടതി കേസ് വരുമ്പോൾ സത്യവാങ്മൂലം നോക്കും. പക്ഷേ അത് മാറ്റിയില്ല, അവസാന നിമിഷം വരെ മാറ്റിയില്ല. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടത് ഇവർ മാറുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് മാറിയതായിട്ട് പറയുകയും അവരതിനുവേണ്ടി നടപടികളെടുത്തു. നമ്മൾ ശ്രദ്ധപ്പെടുന്നതാണല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്തു ഇങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തിൻ്റെ ഒപ്പമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അവരതനുസരിച്ച് കോടതി സത്യവാങ്മൂലം കൊടുത്തു, മാറ്റി ദേവസ്വം ബോർഡ് കൊടുത്തു. പക്ഷേ ഗവൺമെൻറ് അപ്പോഴും കൊടുത്തില്ല. ഞാൻ ആ ചർച്ചയിൽ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു പല ചാനലിലും. അതായത് ദേവസ്വം ബോർഡ് കൊടുത്തോണ്ടായില്ല, സർക്കാർ കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ലാസ്റ്റ് മിനിറ്റ് മാറാനാണ്. പക്ഷെ പലരും അത് വിശ്വസിച്ചില്ല. കാരണം ഇലക്ഷൻ വന്നപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നതിന് ശേഷവും ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 ദിവസം എന്നുള്ളത് മാറി. കാരണം ഈ തുഷാർ മേത്തയ്ക്ക് 2 ദിവസം കൊടുത്തു. അപ്പോൾ നമുക്കൊക്കെ ആശങ്കയായിരുന്നു, പിന്നെ ബാക്കി കുറേ പേരുണ്ടല്ലോ എന്ത് ചെയ്യും. പക്ഷെ കോടതി എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാവർക്കും അവസരം കൊടുത്തു. ഈ 7-ാം തീയതി ആരംഭിച്ച് 9-ാം തീയതി തീരേണ്ടത് ശരിക്കും 25-ാം തീയതി വരെ നീണ്ടു. നമുക്ക് തന്നെ നമ്മുടെ ഭാഗത്തിന് തന്നെ 3 ദിവസത്തിന് വരെ 10-20 ദിവസം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ അത്ര ആളില്ല, ഓപ്പോസിഷൻ ആൾ കുറഞ്ഞു ഇപ്രാവശ്യം, കാരണം പലരും മാറി. എന്തായാലും അവർക്കും കൊടുത്തു. അപ്പോൾ അത്ര വിശാലമായ, അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്നിട്ടാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു, ശരിക്കും നമ്മൾ 6-ാം തീയതി ആയിരുന്നു, 9-ാം തീയതി ആയിരുന്നു, ഏപ്രിൽ 9. അത് കഴിഞ്ഞും ഇത് സംഭവം നടന്നിരുന്നു. അപ്പോൾ എന്ത് പറ്റി, റിസൾട്ട് അല്ല, ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ 9-ാം തീയതി കഴിഞ്ഞും കോടതി വ്യവഹാരം തീർന്നിട്ടില്ല. അത് ഓപ്പോസിഷൻ സൈഡിലുള്ളവർക്ക് അവസരമായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ഇവർ കേസ് ഫയൽ ചെയ്യുമ്പോൾ സബ്മിഷൻ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെല്ലാം സബ്മിഷൻ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോഡൽ ഓഫീസർ തീരുമാനിച്ചിരുന്നു. ഈ റിവ്യൂ പെറ്റീഷൻ അനുകൂലമായിട്ട് നിൽക്കുന്നവരെല്ലാം ഒരു പർട്ടിക്കുലർ നോഡൽ ഓഫീസർക്കും എതിർകക്ഷികൾ വേറെ നോഡൽ ഓഫീസർ കൊടുക്കണമെന്നാണ് അന്നേ തീരുമാനിച്ചിരുന്നത്. ഹിയറിങ്ങും 2ആണ്. അപ്പോൾ കേരള സർക്കാർ ചെയ്യേണ്ടത് എന്താണ്, നമ്മളോടൊപ്പം അല്ലേ കൊടുക്കേണ്ടത്, കൊടുത്തു, ദേവസ്വം ബോർഡും കൊടുത്തു. പക്ഷേ നമ്മുടെ ആർഗ്യുമെൻ്റ് ഞാൻ പറഞ്ഞു 24-ാം തീയതി 25-ാം തീയതി വരെ നീണ്ടു നിന്നപ്പോഴും ദേവസ്വം ബോർഡ് വന്നു. അഭിഷേക് സിംഗ്വി ആയിരുന്നു അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിന് വേണ്ടി വന്നത്. അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. എനിവേ അതിനുശേഷം നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോഴും കേരള സർക്കാർ വന്നില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എതിർകക്ഷിയുടെ കൂടെ വന്നു. കൊടുത്ത സബ്മിഷൻ ഇതിന് നമ്മളോടൊപ്പം ആണെങ്കിലും വാദിക്കാൻ വന്നത് മറ്റവരുടെ കൂടാണ്. അത് ശരി. ആ വാദിക്കാൻ വന്നത് മറ്റവരുടെ കൂടെ എന്ന് മാത്രമല്ല, നേരെ എതിരാണ് പറഞ്ഞത്. അതായത് യുവതി പ്രവേശനം അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. ചതിയാണ്. അതാണ് ഞാൻ പറഞ്ഞിരുന്നു 1-2 സ്ഥലത്ത്. ഞാൻ പറഞ്ഞത് നമ്മുടെ സമാജത്തിലൊരു പ്രശ്നം അതാണ്. കാരണം നമ്മൾ വേണ്ട തരത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ ഊഹാപോഹങ്ങളിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ഞാൻ സംസാരിച്ച 1-2 ചാനൽ വ്യക്തമാക്കി. ഡൽഹി വെച്ച് തന്നെ പറഞ്ഞു, ഇവിടെ വന്നും പറഞ്ഞു. ഈ ഡൽഹി വെച്ച് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ തന്നെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം അഭിഷേക് സിംഗ്വി വളരെ നന്നായിട്ട് ശരിക്കും വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്നെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇതിനെ 2ആയിട്ട് കാണണം. ഒന്ന് ക്ഷേത്രത്തിലേക്ക് മതിൽക്കെട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് അനുവാദം, അതിനപ്പുറത്തേക്ക് പോകുന്നതിന് വേറൊരു അനുവാദം. അങ്ങനെ സംഭവം നമുക്കില്ല, മനസ്സിലായി. അപ്പോൾ ഞാനത് ആലോചിച്ചപ്പം എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയത്, ശബരിമല പമ്പ കടക്കുന്നതിന് അനുവാദം, പക്ഷേ ശ്രീകോവിൽ അല്ലെങ്കിൽ സന്നിധാനത്ത് എത്തുന്നതിന് വേറെ ഇങ്ങനെയാണോ? അപ്പോൾ അതായത് പമ്പയിൽ നിന്ന് ആൾക്കാരെ കടത്താം, സ്ത്രീകളെ
സന്നിധാനം വരെ എന്നാണോ എന്ന് സംശയമുണ്ട്. അല്ല, ഇപ്പൊ എന്തായാലും തന്നെ പമ്പ ഗണപതി ക്ഷേത്രം വരെ എപ്പോൾ ഞാൻ പറഞ്ഞ അതും കഴിഞ്ഞിട്ടും അതാണോ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവർ പ്രസന്റ് ചെയ്തിരുന്നില്ല കേസ്. പക്ഷേ നമ്മുടെ എതിർഭാഗത്തിനോടൊപ്പമാണ് കേരള സർക്കാർ അവസാന നിമിഷം കേരള സർക്കാർ വരികയും അവർക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പിൽ എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ 9-ാം തീയതി വോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം പ്രശ്നമൊന്നുമില്ല, എന്തും പറയാം. അപ്പം അതിനുവേണ്ടി ആയിരിക്കും ഈ നമ്മളോടൊപ്പം പ്രസന്റ് ചെയ്യാൻ നിൽക്കാതെ ഈ അവസാനം നിന്ന് ഈ യുവതി പ്രശ്നം അനുകൂലമായിട്ട് എത്ര ചതിവാണ് ചെയ്തത്. അത് സർക്കാരും പിണറായി വിജയനും ഒക്കെ അറിഞ്ഞു തന്നെ തീർച്ചയായിട്ടും അതിന് സംശയം. പക്ഷെ കോടതി അവിടെ ചോദിച്ചു, ഈ നിങ്ങൾക്ക് അതിനുള്ള മാൻഡേറ്റ് ഉണ്ടോ? കാരണം എനിക്ക് തോന്നുന്നു റിസൾട്ട് അറിഞ്ഞിട്ടാണോ എന്ന് സംശയം. റിസൾട്ട് എന്നാ വന്നത്? ഞാൻ മെയ് 4 എനിക്ക് അതൊന്ന് ക്ലാരിഫൈ ഉണ്ടായിരുന്നു. ഞാൻ ആ ഡേറ്റ് എനിക്ക് കൃത്യം മനസ്സിൽ വരുന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു മറ്റേ ഇതും കഴിഞ്ഞു, അത് കൗണ്ടിങ് കഴിഞ്ഞു, സർക്കാർ മാറി. അങ്ങനെയാണ്. പക്ഷെ അവർ കുറച്ച് സമയം എടുത്തല്ലോ യു ഡി എഫിൽ നേതാവിനെ തീരുമാനിക്കാൻ. ആ ഗ്യാപ്പിൽ വഖഫിന്റെ കാര്യത്തിൽ ചെയ്ത പോലെ അത് തന്നെ കറക്റ്റ് ആ ഗ്യാപ്പാണ്, അതാണ് സത്യം. ആ ഗ്യാപ്പിലാണ് സംഭവിച്ചത്. അതായത് ഇവർ ഭരണത്തിലില്ലെന്ന് മനസ്സിലായി. എക്സാക്ട്ലി അവിടെയാണ് സംഭവം. ഇവര് മന്ത്രിസഭ ഭൂരികരിക്കാൻ താമസിച്ചു. ആ ഗ്യാപ്പിലാണ് ഇവര് കയറി അവിടെ പറഞ്ഞു ഞങ്ങൾ യുവതി പ്രശ്നം അനുകൂലമാണെന്ന് പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അപ്പോൾ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവരുടെ വക്കീലിനോട്. അതായത് ഇപ്പോൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞു, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളല്ല, വ്യത്യാസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റമുണ്ടോ, അവരുടെ മാൻഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പുള്ളി എങ്ങും തൊടാതെ നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമായിട്ടാണ് ഞാൻ എന്നും കാണുന്നത്. കാരണം കോടതി ചോദിച്ചതാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, പുതിയൊരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് ഷുവറായി. കാരണം കോൺഗ്രസിന്റെ ഭൂരിപക്ഷം മാൻഡേറ്റ് ഇല്ലല്ലോ. പക്ഷേ അത് ഈ കേസ് ശരിക്കും പറഞ്ഞാൽ ഈ വക്കീൽ ചെയ്യേണ്ടത് അദ്ദേഹം സർക്കാരിനെയാണല്ലോ, അല്ലാതെ പിണറായി വിജയനോ അല്ലല്ലോ. അദ്ദേഹം ചോദിക്കണമായിരുന്നു സർക്കാരിനോട് ഇപ്പോഴത്തെ ഇതാണ് കേസ് ഇൻസ്ട്രക്ഷൻ എടുക്കണമായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് സത്യം പറഞ്ഞൊരു കോടതി അലക്ഷ്യത്തിൻ്റെ വകുപ്പുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ വിഷയം. ആയാലും ഇതിൻ്റെ എങ്ങോട്ടുള്ള മുന്നോട്ട് ഞാൻ പറഞ്ഞത് ഇത് ഭക്തജനങ്ങളോട് ചെയ്ത കൊടും ചതിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഈ CPM സർക്കാരിനെ പിണറായി വിജയനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല. പോകുന്ന പോക്കിൽ പണിതിട്ടാ പോയത്. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഈ ഒരു ഭരണം തിരിച്ച് കേരളത്തിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചേ മതിയാവും. കാരണം ചതിവന്മാരാണ് ഇവർ. അത് ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നും. അതെ. ഏതായാലും ഒരു പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. കാരണം കേരളത്തിൽ ഇത് വലിയ വാർത്തയൊന്നും ആയില്ല. അങ്ങേപോലെ അപൂർവം ചില ആളുകളെ അറിഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഹിന്ദു മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര കിരാതമായ ഒരു കാലമാണ് പിണറായി വിജയൻ്റെ കാലത്ത് നടന്നതെന്നാണ് കുമാർജി പറഞ്ഞത്. അവസാന നിമിഷവും ഇറങ്ങിപ്പോകുന്ന സമയത്തും ഹിന്ദുക്കൾക്കിട്ട് ഒരു ആപ്പ് വെച്ചിട്ട് പോയ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കണം, ഓർമ്മയിലുണ്ടാവണം, ഒന്നും മറക്കാൻ പാടില്ല. ഏതായാലും കുമാർജി ഇന്ത്യ ലൈവിൽ വന്നത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ഞാൻ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും കാണാം. കുമാർജി ഇടയ്ക്ക് നമ്മുടെ ചാനലിൽ വരും. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് നിങ്ങളുടെ ചാനലാണ്. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.